കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ സ്ത്രീ ശക്തി मुझे आशीर्वाद देने आई है. എടായ് പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ കള്ളക്കിളവാ എന്തരടാ എന്ത് നല്ല സന്തോഷത്തിൽ തന്നല്ല. മനസ്സിന് ശുദ്ധതയുള്ളവർക്ക് എപ്പോഴും സന്തോഷം തന്നെടാ. ഓ മനസ്സിന് ശുദ്ധത. നമുക്കറിയാം എന്തിനാണ് സന്തോഷമെന്ന്. എന്തരാണ് ഇന്നലെ നിങ്ങളെ പ്രധാനമന്ത്രി ഇവിടെ വന്നതിന്റെ സന്തോഷമല്ലേ? എങ്ങനെ ഇന്നലെ നിങ്ങളെ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്നതിന്റെ സന്തോഷമല്ലേന്ന്? നീ ഇന്ത്യക്കാരനല്ലേടാ? അല്ലേ? അതാണ് ഞാനും ചോദിച്ചത്, ഇന്ത്യക്കാരൻ തന്നെയെന്ന്. ഞാൻ ഇന്ത്യക്കാരൻ തന്നെ. പിന്നെ ഈ പ്രധാനമന്ത്രി എനിക്ക് മാത്രമല്ല, നിനക്ക് പ്രധാനമന്ത്രി അല്ലേ? മാമ നമുക്ക് പ്രധാനമന്ത്രിയൊക്കെ തന്നെ. പിന്നെന്തരേ? പക്ഷെ ഇന്നലെ വന്നതിന്റെ ഉദ്ദേശം വെച്ച് നോക്കണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാക്കൂലാമ. അതെന്ത് നിന്റെ അടുത്ത് ചോദിക്കാതെ ഒന്നുണ്ടാ? അതുകൊണ്ടൊന്നല്ല. പിന്നെന്തരേ? ഇന്നലെ എന്തിനാണ് വന്നത്? ഇന്നലെ സ്ത്രീ സംഗമ ശക്തി അത് തെളിയിക്കാൻ വേണ്ടി അല്ല. പിന്നെന്തരേ? മാമ അത് രാഷ്ട്രീയ പ്രചരണമാണോ? രാഷ്ട്രീയ പ്രചരണം. രാഷ്ട്രീയ പ്രചരണോ? പിന്നെ അതിനു വേണ്ടിയല്ലേ വന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നവകേരള സദസ് പിന്നെന്താ രാഷ്ട്രീയ പ്രചരണം അല്ലേ? എനിക്കറിയാം നിങ്ങൾ അത് ചോദിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ചോദിച്ചത് ഉത്തരം പറ. എന്റെ പൊന്നു മാമ, അത് പാവങ്ങളെ ജനങ്ങളെ പരാതി നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വന്നതാണ്, അറിയാമോ? സ്റ്റേജിൽ കയറി എന്നോണ്ട് സതീശനെയും സുധാകരനെയും പ്രധാനമന്ത്രിയെയും ചീത്ത വിളിക്കുക, അതാണ് പരാതി. പോടാ മാമ. എന്തേ ഈ തൃശ്ശൂർ ആരെടുക്കുമെന്ന് മാമ പറഞ്ഞ? അത് നേരത്തെ സുരേഷ് ഗോപി എടുക്കുമെന്ന് പറഞ്ഞല്ല, ഇപ്പം സുരേഷ് ഗോപി അങ്ങ് എടുത്തടാ. ഇല്ല മാമ. അതെന്തേ? പക്ഷെ സുരേഷ് ഗോപി അല്ല എടുത്ത് വേറെ ആളാണ് എടുത്തത്. ആര് എടുത്തത്? സുരേന്ദ്രൻ എടുത്ത. അയച്ചു പോടാ. ഇന്നലെ നിങ്ങൾ കണ്ടില്ലായിരുന്ന? എന്തരയുണ്ട് മാമ? പ്രധാനമന്ത്രി വന്നപ്പോ സുരേഷ് ഗോപി പിടിച്ച് തള്ളിയിട്ട് പ്രധാനമന്ത്രിയുടെ കൂടെ കയറി നിന്നില്ലേ സുരേന്ദ്രൻ? എടാ, സംസ്ഥാന പ്രസിഡന്റ് ആവുമ്പോ മുമ്പ് നിൽക്കണ്ടേ? എന്റെ പൊന്നു മാമ, ഈ നരേന്ദ്രമോദി വരുമ്പോഴും അമിത്ഷാ വരുമ്പോഴും എന്തെന്ന് ഈ സെക്രട്ടേറിയറ്റ് വളയ ഒരു ലക്ഷോപലക്ഷം ജനങ്ങൾ വരുമ്പോൾ മാത്രം സുരേന്ദ്രൻ ഫണ്ടിക്കാണ്. അല്ലാതെ എവിടെയെങ്കിലും നിങ്ങൾ സുരേന്ദ്രനെ കണ്ടിട്ടുണ്ടാമ? നീ പറയുന്നതും വാസ്തവമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുരേന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒറ്റയ്ക്കൊന്നും സുരേന്ദ്രനെ ഇതുവരെ ഞാനും കണ്ടിട്ടില്ല. തന്നെ അത് ശരി തന്നെ. എടാ, ഇന്നലെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേട്ടാ? എന്തിനാ? എന്തായിരുന്നാലും അത് കാണിച്ചത് തെറ്റായിപ്പോയി. നിന്റെ മുഖ്യം കാണിച്ചത് തെറ്റായിപ്പോയി. മുഖ്യമന്ത്രി ഫോൺ ചെയ്താണ് ഇവിടെ നരേന്ദ്രമോദിയുടെ ഫ്ലക്സ് അയച്ച് മാറ്റിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അത് ശോഭാ സുരേന്ദ്രൻ തെറ്റിയാമോ? അതെന്താ? ഫോൺ ചെയ്ത് പറഞ്ഞതൊന്നും അല്ല. പിന്നെന്തരേ? മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഡ്രസ് മാറിയല്ലേ അവിടെ വന്ന് ഫ്ലക്സ് അത്ര ഇളക്കി വണ്ടിക്കകത്ത് കയറ്റിട്ട് വണ്ടി പോട്ടെ എന്ന് പറഞ്ഞ് പോയത്. വേഷം മാറിയാ വന്നത്? എനിക്ക് പോയിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖ്യന്റെ തലക്ക് അടിക്കാൻ വേണ്ടി കുറെ എണ്ണ അവിടെ ഉണ്ട്. നിങ്ങൾ എന്തൊരു വികസനമാണ് ഇതിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്? എന്റെ പൊന്നു മാമ, ഇപ്പൊ തന്നെ ഒരു വികസനം ചെയ്തില്ലേ? ഓ ശരി തന്നെ. മെനിയാന്ന് ചാണകക്കുഴി വികസിപ്പിച്ച് 3.5 ലക്ഷം രൂപയ്ക്ക്. എന്റെ പൊന്നു മാമ, ഈ പശുവിന് ചാണകമല്ലാതെ ഈ ചന്ദനം തൂറാൻ പറ്റുമോ മാമ? അതുകൊണ്ടാ ചാണകക്കുഴി എടുത്തത്. പിന്നെ ചാണകം നമ്മൾ ഈ അടുത്ത് മാറ്റി ഒരു കുഴിക്കത്തിട്ടല്ലേ? നിങ്ങൾക്ക് പണ്ടേ ഈ ചാണകം വിരോധമാണ്. അതെന്തായാലും ഇതിനൊരു പ്രത്യേക പേര് കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിനാ? എന്തൊരു പേര് മാമ? നവചാണക കേരള കുഴി എന്ന്. അങ്ങനെ ഒരു പേരിട്ടത്? 2.5 വർഷം കൂടെ അല്ലേ ഉള്ളൂ ഇനി. നമ്മളെ പറയണ നമ്മൾ പിന്നെ വരുമല്ലോ. അത് പിന്നെയുള്ള കാര്യം. ഈ 2.5 വർഷം കൊണ്ട് കേരളത്തിന്റെ മൊത്തം നിങ്ങൾ ചാണകക്കുഴി ആക്കിയിട്ടേ പോവൂ. തന്നെ? വാ